ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലഹരി മരുന്നുകളെക്കുറിച്ചാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ തന്നെ ഈ ലഹരി മരുന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും അത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാരണം അത്രമാത്രം വലിയൊരു വിപത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെ കഞ്ചാവല്ല, ഇപ്പോൾ കഞ്ചാവ് എന്നല്ല എന്നെ പറയുന്നത്, സിന്തറ്റിക് ഡ്രഗ് വേട്ട നടന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഇതുവരെ പിടിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ അറിയാത്ത ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി മരുന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഇതിൻ്റെ ശരിക്കുമുള്ള ആപത്ത് ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ വൈകിപ്പോകും. കാരണം നമ്മൾ അറിയില്ല, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോ അതുപോലെ നമ്മുടെ അറിയുന്ന സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അത് കാരണം പല കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലുണ്ടാകുന്ന കൂടുതലും കുറ്റകൃത്യങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രധാന കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന്. അപ്പോൾ ലഹരി മരുന്ന് ആക്ച്വലി നമ്മളെപ്പോഴും നമുക്ക് എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കുന്ന ഒരു ജീവിതകഥയാണ്. ഇപ്പോൾ 8ാം ക്ലാസ് വരെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി 10ാം ക്ലാസ്സിന് നല്ല മാർക്ക് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിനെ ഒരു ടൗണിലുള്ള ഒരു സ്കൂളിലോട്ട് പഠിക്കാനായിട്ട് കുട്ടിയെ കൊണ്ടുപോയി. അവിടെ വെച്ച് പുള്ളി വളരെ വീട്ടിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കുട്ടി എപ്പോഴും വീട്ടിൽ വിളിക്കും. ഫോൺ ആക്ച്വലി പണ്ടത്തെ കാലമാണ്, മൊബൈലൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു. അപ്പോൾ എപ്പോഴും ടെലിഫോൺ ബൂത്തിൽ പോയി വീട്ടിൽ അച്ഛനും അമ്മയും വിളിക്കും. അപ്പോൾ അച്ഛനും അമ്മയും പറയും, എന്തിനാണ് നീ ഞങ്ങളെ എപ്പോഴും വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നീ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒത്ത് സംസാരിക്കുക, നീ അവിടുത്തെ കാര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് എപ്പോഴും അവരോട് പറയും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കാരണം ഒറ്റപ്പെട്ടുള്ള ജീവിതം, ഒരു വിഷാദമായിട്ടുള്ളൊരു ജീവിതം, എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് അറിയാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കൂട്ടുകാരുമായിട്ട് ഇട്ടു. അപ്പോൾ അവർ എപ്പോഴും വിഷാദത്തിൽ നിന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു സ്റ്റാമ്പ് പോലുള്ളൊരു മരുന്ന് ആ കുട്ടിക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ സ്റ്റാമ്പ് നമ്മൾ നാക്കിനടി വെച്ചാൽ മതി, നിനക്ക് എല്ലാ ബുദ്ധിമുട്ടും മാറും എന്നുള്ള രീതിയിൽ ആ കുട്ടിയോട് പറഞ്ഞു. ഈ സ്റ്റാമ്പ് ഉപയോഗിച്ച് അദ്ദേഹം അതിനോട് അടിമയായി. ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം കണ്ടുപിടിക്കും, ഈ ഒരു സാധനം എൻ്റെ ശരീരത്തിലോട്ട് എത്തിയാൽ എനിക്ക് ഇത്രമാത്രം എനർജി കിട്ടും, എനിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്രമാത്രം ഇമാജിൻ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വിചാരിക്കും നടന്നതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് അമിതമായ ശക്തി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ ശരീരം തീരുമാനിക്കും, ഓക്കെ, അടുത്ത പ്രാവശ്യവും എനിക്ക് ഈ മരുന്ന് വേണം, അല്ലെങ്കിൽ ഇനിയും ഈ മരുന്ന് വേണം എന്നുള്ളൊരു ചിന്ത കുട്ടികളിൽ ജനിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം തമാശയ്ക്ക് ഉപയോഗിക്കുന്നവർ പോലും അടുത്ത പ്രാവശ്യം കൂടെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് ഇവർക്ക് നിർത്താൻ പറ്റാതാവും. അപ്പോൾ അതുപോലെ ഈ ഒരു കുട്ടിക്കും നിർത്താൻ പറ്റാതായി. അതിനുശേഷം വീട്ടിൽ അവധിക്കൊക്കെ വീട്ടിന് പോകും. വീട്ടിൽ പോയാൽ പോലും മാതാപിതാക്കളടുത്തൊന്നും സംസാരിക്കാതായി. +2 അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മാർക്ക് വളരെ കുറഞ്ഞു. അതിനുശേഷം കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഒരു കുറ്റവാളിയായി മാറി. അതിനുശേഷം അദ്ദേഹം തന്നെ എഴുതിയ ഒരു നോവലിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് നടന്നൊരു കഥയാണ്. പുള്ളി തന്നെ അതിനുശേഷം പിന്നെ അഡിക്ഷന് പോയി അദ്ദേഹം മാറിയ ഒരു കഥയാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് നിന്ന് മാറി രക്ഷപ്പെട്ടൊക്കെ ചെയ്തു. പക്ഷേ ഇതുപോലെ പല കുട്ടികൾക്കും സംഭവിക്കുന്നുണ്ട്. അവർ ആക്ച്വലി ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. കാരണം സിന്തറ്റിക് ലഹരി മരുന്നുകൾ, അതുപോലെ പാനീയങ്ങളിൽ കലർത്തി കൊടുക്കുന്ന ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ചും ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്നാണ് അതിനെ പറയുന്നത്. പല സ്ത്രീകളെയും റേപ്പ് ചെയ്യാൻ വേണ്ടി വരെ മരുന്നുകൾ ഈ ജ്യൂസിലും അതുപോലെ മദ്യത്തിലും കലക്കി വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകൾ വരെ ഇപ്പോൾ വ്യാപകമായി വിപണിയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് തന്നെ ഭീഷണിയായ ഒരു മഹാവിപത്ത് തന്നെയാണ് ലഹരി മരുന്ന്. നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യാതെ പോയത്. കാരണം നമ്മൾ കോവിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കും. പക്ഷേ ലഹരി മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ ആരും അത് കാര്യമാക്കാതിരിക്കരുത്. കാരണം നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഈയിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ LSD കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്കാണ്. ഒരു ഗ്രാമിൻ്റെ ഒരു 10% പോലും കൈ കരുതിയാൽ വളരെ വലിയൊരു കുറ്റമാണ്. 1986 വന്ന നിയമം വെച്ച് തന്നെ വലിയ കുറ്റമാണ്. ഇപ്പോൾ എല്ലാം സ്റ്റാമ്പ് രൂപത്തിലാണ് നടക്കുന്നത്. നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള സ്റ്റാമ്പുകൾ കുട്ടികൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കണം, അത് ചിലപ്പോൾ ഇതാവാം. ഈ ഇടയ്ക്ക് ഒരു ഡോൺ ബോസ്കോ സൊസൈറ്റിയുടെ ഒരു സർവേ നടന്നതിൻ്റെ അകത്ത് സംസ്ഥാനത്ത് 30% ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ഒരു തവണയെങ്കിലും
മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കിട്ടിയത്. ഉറപ്പായിട്ടും ഈ കണക്കിന് മുകളിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. 16-18 വയസ്സും ഇടയിലുള്ള പ്രായമുള്ള 50% കുട്ടികൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനകത്ത് പലപ്പോഴും കുട്ടികൾ വെറുതെ തമാശയ്ക്ക് നമ്മൾ ഒരു തവണ തമാശയ്ക്ക് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചു പോയാൽ എന്ത് പറ്റും എന്നുള്ള രീതിയാണ് ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നത്. കാരണം തലച്ചോറിൻ്റെ രാസഘടന അങ്ങനെയാണ്. നമുക്ക് വിവിധ തരത്തിലുള്ള ഉന്മാദം ഉണ്ടാവും, വിവിധ തരത്തിലുള്ള ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുള്ളൊരു അവസ്ഥയിലോട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ടെത്തിക്കുകയാണ് ഈ മയക്കുമരുന്ന് ചെയ്യുന്നത്. ഇത് പല രൂപങ്ങളിൽ കിട്ടാറുണ്ട്. ആക്ച്വലി പല പേരുകളിലും ലഭ്യമാണ്. അച്ഛനും അമ്മയ്ക്കും സാധാരണഗതിയിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റാറില്ല. മിക്കവരും പറയാറുള്ളത് എൻ്റെ കുഞ്ഞ് സിഗരറ്റ് വലിക്കാറില്ല, മദ്യം ഉപയോഗിക്കാറില്ല, പക്ഷേ ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം പല കൗൺസിലിങ്ങിന് വരുന്ന അച്ഛനും അമ്മയും എപ്പോഴും പറയുന്നതാണ് ഒരു മരുന്നോ ഒരു സിഗരറ്റോ അല്ലെങ്കിൽ കുഞ്ഞു വേറെ ഒന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും വ്യത്യാസമോ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സാധാരണ ഈ കഞ്ചാവും മറ്റ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം പലവരെയും പ്രലോഭിച്ചിട്ടാണ് മരുന്ന് വിൽക്കാൻ വരെ ഉപയോഗിക്കാറുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്നവരെയും അല്ലെങ്കിൽ കൗമാരക്കാരായ കുട്ടികളെയൊക്കെ ലഹരി മരുന്ന് ഉപയോഗിപ്പിച്ചിട്ട് അവരെ കൊണ്ടാണ് വിൽപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് പലയിടത്തും കിട്ടാതായി. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലും വിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഏകദേശം 10 ലക്ഷണങ്ങളാണ് ഇത്തരം കുട്ടികൾ കാണിക്കുന്നത്. അവരുടെ മാനസിക അവസ്ഥയിലും സ്വഭാവത്തിലും പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക, ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, വിശപ്പില്ലായ്മയോ മനം പുരട്ടലോ കുട്ടികൾ എപ്പോഴും പറയുന്നുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ കുട്ടികൾ വീണ്ടും വീണ്ടും ഉണ്ടാകുക, ഉറക്ക ക്ഷീണം ഉണ്ടാകുക, അല്ലെങ്കിൽ മയക്കം, എപ്പോഴും മയക്കമാണ്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, രാത്രി മൊത്തം ഉണർന്നിരിക്കുക, പിന്നെ ഊർജ്ജസം ഇല്ലാത്ത പോലെ, ഒരു ശക്തി ഇല്ലാത്ത പോലെ തോന്നുക, പിന്നെ നമ്മുടെ കാൽ ചുവടൽ, നടന്നു പോകുമ്പോഴത്തേക്ക് കാല് തെറ്റി പോവുക, പണത്തിന് വർദ്ധിച്ചു വരുന്ന ആവശ്യം ഉണ്ടാകുക, മോഷണ ശ്രമം ഉണ്ടാകുക, ധാരാളം കള്ളം പറയുക, പുതിയ കൂട്ടുകെട്ടുകളോ സൗഹൃദങ്ങളോ നമ്മൾ അറിയാതെ തന്നെ കാണുക, ഒരു ബന്ധമില്ലാത്തവരുമായിട്ട് കാണുക, പഠിക്കുന്ന കാര്യത്തിലോ അതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യത്തിൽ വിരക്തി ഉണ്ടാകുക, സ്കൂളിൽ പോകാതിരിക്കുക, അറ്റൻഡൻസ് കുറയുക, പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നുക, ടോയ്ലറ്റിൽ അധികം നേരം ചെലവഴിക്കുക, പിന്നെ ഇതുപോലുള്ള സ്റ്റാമ്പുകൾ നമ്മൾ ബാഗിലോ മറ്റ് സാധനങ്ങളോ നോക്കുമ്പോൾ കാണുക, പിന്നെ ഗുളികകൾ, സിഗരറ്റുകൾ, സിറിഞ്ച് മുതലായവ കുട്ടി കൈവശം വയ്ക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ സാധ്യതയില്ലാത്തെങ്കിലും ഉറപ്പായിട്ട് നമ്മളിത് ശ്രദ്ധിച്ചു തുടങ്ങണം. കുട്ടിക്ക് അമിതമായ നിരാശയുണ്ട്, അതുപോലെ അമിതമായ ടെൻഷനുണ്ട്, അമിതമായ ദേഷ്യം കാണിക്കുന്നുണ്ട്, എങ്കിലൊക്കെ നമ്മൾ ഉറപ്പായിട്ടും അവരോട് കൗൺസിൽ ചെയ്ത് ഇത്തരത്തിലുള്ള ചോദിക്കുക. പിന്നെ മിക്കവാറും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവർക്ക് വ്യക്തി ശുചിത്വം വളരെ കുറവായിരിക്കും, കൃത്യനിഷ്ഠ ഒട്ടും കാണില്ല. പണ്ടെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്നില്ല. പിന്നെ നമ്മൾ സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഇവരുടെ സ്വഭാവം ഉണ്ടാകുക, ഏകാന്തത എപ്പോഴും ഇഷ്ടപ്പെടുക, പിന്നെ മുറിയിൽ എപ്പോഴും അടച്ച് റൂമിൻ്റെ അകത്തിരിക്കുക, എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രവണത, ഇത്തരത്തിലെല്ലാം ഏകദേശം ഒരു 10-15 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ കാണുകയാണ്. മുമ്പ് നോർമലാണ്, ഇപ്പോൾ കുട്ടികൾ ഈ രീതിയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സ തേടേണ്ടത് തന്നെയാണ്. കാരണം അത് അത്യാവശ്യമാണ്. കാരണം ലഹരി മോചനത്തിന് ചികിത്സ വേണം. അതൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു മേൽനോട്ടത്തിലോ ആയിരിക്കണം ആ കുട്ടി ആ ചികിത്സ എടുക്കേണ്ടത്. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ നമ്മൾ പോകുന്നുണ്ടോ, പ്രത്യേകിച്ചും ഒരു പാർസൽ കുട്ടി വരുന്നുണ്ടോ, കൂടുതലായിട്ട് മണി ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. കാരണം സിന്തറ്റിക് ഡ്രഗ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസം തന്നെയാണ്. പല പേരുകളിലാണ് ഇത് ഇറങ്ങുന്നത്. പണ്ടൊക്കെ MDMA എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന പല പേരിലാണുള്ളത്. ഈ ഡേറ്റ് റെപ്പ് ഡ്രഗ് പോലും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അത് പെണ്ണുങ്ങളെയൊക്കെ ആക്ച്വലി സ്ത്രീകളെയും ഒക്കെ പിന്നെ മയക്കി കിടത്തി റേപ്പ് ചെയ്യാൻ വരെ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചിയിലൊക്കെ അങ്ങനെ പല മരുന്നുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എടുക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ ഈ കൗൺസിലറോ അതുപോലെ സൈക്കോളജിസ്റ്റിനോടോ ആദ്യമേ നമ്മൾ ഈ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുക. മിക്കവാറും ഈ പക്വതയില്ലായ്മ കാരണമാണ് ഈ അവസരത്തിൽ പലരും എത്തിച്ചേരുന്നതിൻ്റെ പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മദ്യം, പുകയിലയും അതുപോലെ തന്നെ ചെറിയ കഞ്ചാവും ഒക്കെ ആയിരുന്നു പണ്ടത്തെ പ്രോബ്ലം എങ്കിൽ ഇപ്പോഴുള്ള മെയിൻ പ്രോബ്ലം ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈനർ ഡ്രഗ്സുമാണ്. ഡിസൈനർ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ഒരു ഉന്മാദം കിട്ടാൻ വേണ്ടി ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലഹരിയിൽ
എത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ കുട്ടികളുടെ നിർബന്ധമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ലഹരി വസ്തു എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മിക്ക കുട്ടികളിലും കാണാറുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുള്ള കുട്ടികൾ, കുടുംബ ബന്ധങ്ങളിലുള്ള പ്രോബ്ലം അല്ലെങ്കിൽ വിള്ളലുകളുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പലരും വിചാരിക്കുന്നത് ഹെർബലാണ്, ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നുള്ളവരാണ്. പിന്നെ താരതമ്യേന എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിലും മിക്ക ആളുകളും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ശക്തിയും കിട്ടും എന്നുള്ളൊരു വിചാരമുള്ളവർക്കാണ് മിക്കവാറും ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഹൃദ്രോഗം ഉണ്ടാവാം, വിഷാദരോഗം ഉണ്ടാകാം, കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവാം, മനോനില തകരാറുണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള ബന്ധിത ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റാമ്പ്, പൗഡർ, ക്രിസ്റ്റൽ, അങ്ങനെ പല രീതിയിലാണ് ഈ മരുന്നുകൾ ലഭ്യമാകുന്നത്. ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ വേഗത വളരെ വേഗത്തിൽ കൂട്ടുകയും അതുപോലെ മരണസാധ്യതയും അതുപോലെ തന്നെ മദ്യമായിട്ട് മിക്സ് ചെയ്തൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകുകയും രോഗിക്ക് മരണം വരെ ഉണ്ടാകാം. ഈ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മരണം വരെ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇത് പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ വ്യക്തിയോട് പറയുക, ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പൊതുജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പൊതുജനങ്ങൾ ഇത്തരത്തിൽ വിവരങ്ങൾ പോലീസുമായി പങ്കുവയ്ക്കണം. അപ്പോൾ പലർക്കും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1090 എന്നുള്ള ടോൾ ഫ്രീ നമ്പർ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ വാട്സാപ്പ് നമ്പറുണ്ട് 9999959 ഒരു 666666 എന്നുള്ളൊരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതൊരു വാട്സാപ്പ് നമ്പറാണ്. ആ വാട്സാപ്പ് നമ്പറിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, യോദ്ധാവ് എന്നാണ് അതിൻ്റെ പറയുന്നത്. അപ്പം 999596666 എന്നുള്ളൊരു നമ്പറിലോട്ട് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കാം. ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ പേരൊന്നും ആർക്കും പുറത്തോട്ട് കൊടുക്കില്ല. അവർ വന്ന് അതിനെടുക്കേണ്ട ആക്ഷൻ എല്ലാം അറിയാം. ഇപ്പോൾ ജനങ്ങൾക്ക് ഭയമില്ലാതെ വിവരം നൽകാനായിട്ട് ഇത് വളരെ നല്ലൊരു നമ്പറാണ്, അത് ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ആ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇതാണ് എനിക്കിന്ന് പറയാനുള്ള പ്രധാന കാരണം. പല കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്ന ഒരു പ്രധാന കാരണമാണ് മയക്കുമരുന്ന്. ഇതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളുടെ മൗനം വെടിയേണ്ടതാണ്. ഓർക്കേണ്ടത്, നിങ്ങളും ഇതുപോലുള്ളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തിനെ മൊത്തമായി നിങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഇതെടുക്കുക. ഇപ്പോഴും നിങ്ങൾ ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനൊരു നമ്പറുണ്ട്, കേരള സർക്കാരിൻ്റെ നമ്പറാണ്. നിങ്ങളുടെ വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തിൽ ഇനി നടക്കാൻ പോകുന്ന അക്രമങ്ങളെ വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.